ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടണും കൂടി അമർത്തി വെക്കുക. അപ്പോൾ നമുക്ക് കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പമാണ് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. കാട്ടുചേമ്പില കൊണ്ടുള്ളൊരു അപ്പമാണ്. അപ്പോൾ ഞാൻ 2-3 ഇല പറിച്ചെടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകിയെടുക്കുക. നല്ല വൃത്തിക്ക്, മഴക്കാലമല്ലേ എന്തെല്ലാം ഉണ്ടാവില്ലേ, അതുകൊണ്ട് നല്ലോണം കഴുകിയെടുക്കുക. ചേമ്പിലയിലെ വെള്ളമൊന്നും തട്ടൂല, എന്നാലും നല്ലോണം ഒന്ന് കഴുകിയെടുത്ത് ഇനി ചെറുതായി മുറിച്ചെടുക്കണം. മുറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം എന്താ വെച്ചാൽ ചേമ്പിലയല്ലേ നമുക്ക് ചൊറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലോണം വെളിച്ചെണ്ണ തടവിയാൽ മതി കൈക്ക്, അപ്പോൾ അങ്ങനെ ചൊറിയലൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ കാസർഗോഡ് ഇതുപോലത്തെ കത്തിയാണ് കേട്ടോ. എന്ത് മുറിക്കാനും, ചക്ക മുറിക്കാനായാലും പച്ചക്കറി മുറിക്കാനായാലും എന്ത് മുറിക്കാനും ഇതുപോലത്തെ പലയിൽ വെച്ചിട്ടുള്ള കത്തിയാണ് എല്ലാ വീട്ടിലും ഉണ്ടാവുക. ചെറുതായി മുറിച്ച് അവിടെ മാറ്റി വെക്കും. എന്നിട്ട് കുതിർത്ത് വെച്ച പച്ചരി നല്ലോണം കഴുകി അരക്കാനിടും. അരക്കുമ്പോൾ 4 മുളക്, കുറച്ച് പുളി, കുറച്ച് മല്ലി, കുറച്ച് മഞ്ഞൾ, അത്രയും സാധനം ഇട്ടിട്ട് കുറേ വെള്ളമൊന്നും ഒഴിക്കാണ്ട് അരച്ചെടുക്കും. പുളി ഇടുന്നത് ചൊറിയാണ്ടിരിക്കാനാണ് കേട്ടോ, പുളി ഇട്ടാൽ ചൊറിയൂല എന്നാണ്. അതുകൊണ്ട് ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ നല്ലോണം അരച്ചെടുത്ത്. കുറേ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, കുറച്ച് വെള്ളമാണ് ഒഴിച്ചിന്. ഞാൻ എടുത്ത അരി 2 തവണയായിട്ടാണ് മുറിച്ചെടുത്തിന്. എൻ്റെ കയ്യിലെല്ലാം ഫുള്ള് കറിയാണ് ചേമ്പിൻ്റെ ഇല മുറിച്ചിട്ട്. കൈയെല്ലാം മൈലാഞ്ചി വെച്ച പോലെ ആയി മുറിച്ചെടുത്ത് കഴിയുമ്പോൾ. മിക്സിയിലായതുകൊണ്ടാണ് കുറച്ചെങ്കിലും വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞു, അല്ലാണ്ട് ഇത് കറങ്ങൂലല്ലോ. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച്, പിന്നെ ലേശം ഉപ്പും ഇട്ട് നല്ലോണം അരച്ചിട്ട് ചേമ്പിലേൻ്റെ ഒപ്പം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്ത്. എല്ലാ വർഷവും ഇത് കഴിക്കലുണ്ട്. കർക്കിടക മാസത്തിൽ എല്ലാവരുടെ വീട്ടിലും എന്തായാലും ഉണ്ടാക്കുന്ന സാധനമാണിത്. കർണാടകീയ റെസിപ്പിയാണിത്. കർണാടകയിലാണ് കൂടുതൽ ഉണ്ടാക്കുക. നമ്മൾ കർണാടക ബോർഡർ ആയതുകൊണ്ട് കർണാടക ഫുഡെല്ലാം നമ്മളും ഇവിടുന്ന് ഉണ്ടാക്കും. എല്ലാം അരച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത്, അരച്ച് വെച്ചത് അതിലേക്ക് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത്, ചപ്പിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇല പറിക്കാൻ വേണ്ടിയിട്ട് പോയി. ഈ ചേമ്പ് നിങ്ങളുടെ നാട്ടിലുണ്ടോയെന്നൊന്ന് പറയണം കേട്ടോ. കറുപ്പ് തണ്ടായിട്ടുള്ളത്, അതിൻ്റെ ഇല നമ്മൾ വറക്കും, അതിൻ്റെ തണ്ട് നമ്മൾ കറി വെക്കും. ഞാനിത് വേറെ എവിടെയും കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എല്ലായിടത്തും ഉണ്ട് സംഭവം. അങ്ങനെ 2-3 ഇല പറിക്കാൻ വേണ്ടിയിട്ട് പോയി. ഏട്ടത്തിയാന്ന് കേട്ടോ എൻ്റെ വീഡിയോഗ്രാഫർ. ഓളെന്നെ തള്ളിയിടുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് എത്താത്തതെല്ലാം ഓൾ കാണിച്ചു തരുന്നത്, അത് പറിക്കുക ഇത് പറിക്കുക എന്ന് വെച്ചിട്ട്. ഷൈജുനൊന്നും ഇത് അറിയേ പോലുമില്ല. ഓൻ വന്നിട്ടാകുമ്പോൾ ഞാൻ ആക്കി കൊടുത്തിട്ടുമില്ല, ഓനാക്കിയാൽ തിന്നുമില്ല, ഓന് ഇഷ്ടപ്പെടുകയൊന്നുമില്ല ഇതുപോലത്തെ സാധനമൊന്നും. അതുകൊണ്ട് ഓനില്ലാത്ത സമയം നോക്കിയിട്ടാണ് നമ്മളാക്കുന്നത്. എനിക്ക് കൂടുതലും ഇങ്ങനത്തെ നാടൻ ഫുഡാണ് ഇഷ്ടം. മറ്റേ ഫുഡ് ഇഷ്ടമല്ല എന്നല്ല കേട്ടോ, എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടമാണ്. ഫുഡ് എൻ്റെ ഇലയെല്ലാം പറിച്ചുകൊണ്ടുവന്ന് നല്ലോണം കഴുകി വെള്ളമെല്ലാം ആറ്റി, അത് കഴിഞ്ഞിട്ട് വാട്ടിയെടുത്ത്, ഇലയെല്ലാം വാട്ടിയെടുത്ത് ഓരോന്നോരോന്നായി വാട്ടിയെടുത്ത്. നമ്മൾ അടുപ്പെല്ലാം കൂടയിലാണ് കേട്ടോ. കണ്ണൂർ കൂടാന്ന് പറയും, കാസർഗോഡ് കൊട്ടിൽ എന്ന് പറയും, നമ്മൾ പറയും കൊട്ടിൽ. അപ്പോൾ അടുപ്പിൻ്റെ അടുത്തുനിന്ന് പോകാൻ മടിച്ചിട്ട് നമ്മൾ ഗ്യാസിൽ നിന്ന് തന്നെ വാട്ടിയെടുത്ത ഇലയെല്ലാം വാട്ടിയെടുത്തിട്ട് ഓരോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൂട്ട് ആ ഇലയിൽ ഇങ്ങനെ പൊതിഞ്ഞ് കുറച്ചിട്ട് പൊതിഞ്ഞ് ആവിയിൽ വേവിച്ചെടുക്കും. അങ്ങനെ 4-5 അപ്പം ആക്കിയിട്ട് അപ്പച്ചെമ്പിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി വെച്ച്. ഈ വീഡിയോൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരമാണ് എല്ലാവരും പറഞ്ഞ ഫുൾ വീഡിയോ വേണമെന്ന്. എനിക്ക് കുറേ പേര് പറഞ്ഞു ഫുൾ വീഡിയോ വേണമെന്ന്, അതുകൊണ്ടാണ് ഫുൾ വീഡിയോ ഇടുന്നത്. ഇതെല്ലാം ഇലയിലിട്ട് പൊതിഞ്ഞിട്ട് നമുക്കിനി ആവിയിൽ വെക്കാം. ആവിയിൽ വെച്ച് അപ്പച്ചെമ്പിലിട്ട് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. അത് ആടെ വെന്ത് വരുന്ന സമയത്ത് അതിന് വേണ്ട കറി ഉണ്ടാക്കാം. കറി വെക്കാൻ വേണ്ടി 1 മുറി തേങ്ങ, കുറച്ച് മല്ലി, കുറച്ച് മഞ്ഞൾ, കുറച്ച് പുളി, കുറച്ച് മുളക്, അത് നല്ലോണം അരച്ചെടുക്കാം. അരച്ചെടുത്തതിലേക്ക് 1 ഉള്ളിയും 1 തക്കാളിയും ഇട്ടിട്ട് നല്ലോണം പതപ്പിച്ചെടുക്കുക. കുറച്ച് ഉപ്പും ഇട്ട് നല്ലോണം പതപ്പിച്ചെടുക്കുക. ആ ഉള്ളിയും തക്കാളിയും കുറച്ച് വേകുന്നവരെ നല്ലോണം പതപ്പിച്ച് ഇളക്കി കൊടുത്ത് നല്ലോണം പതപ്പിച്ചെടുക്കുക. ഷൈജുനെ കല്യാണം കഴിച്ച് കണ്ണൂർ പോയിട്ടാകുമ്പോൾ എനിക്ക് ഭാഷേൻ്റെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത്യാവശ്യം ഷൈജുനോടെല്ലാം മിണ്ടിയിട്ട് കുറച്ചെല്ലാം അറിയുന്നുണ്ടായിന്. പക്ഷെ ഫുഡാണ് എനിക്ക് കുറച്ച് ടെൻഷനായത്. അവരെ ഫുഡും ഇവിടുത്തെ ഫുഡും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന പോലെയല്ല ആടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം എനിക്ക് ഫുഡിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ആക്കി തിന്ന് കഴിയുമ്പോൾ പിന്നെ സെറ്റായി. അപ്പം വെന്ത് വന്നിട്ടുള്ള അപ്പം നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. നല്ല ചൂടെല്ലാം ഉണ്ട് കേട്ടോ.
ചൂടുന്ന് തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ പിള്ളേരെ ഉറക്കിയിട്ടല്ലേ നമ്മൾ ചെയ്യൽ. അപ്പോൾ അവർ എണീക്കുന്നതിന് മുമ്പ് സംഭവം എല്ലാം നടക്കണം. അതുകൊണ്ട് ചൂട് തന്നെ എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് മുറിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ കാണുമ്പോൾ എന്തോ പോലെ തോന്നും കേട്ടോ. അങ്ങനെ കാണാൻ വലിയ രസമൊന്നുമില്ല. ലാസ്റ്റ് ആകുമ്പോൾ നല്ല രസമുണ്ടാകും. അങ്ങനെ കുഞ്ഞായി മുറിച്ചിട്ട് ഞാൻ പതിപ്പിച്ച് വെച്ച കറിയിലേക്ക് ഇതിട്ടിട്ട് ഒന്ന് നല്ല ചൂടാക്കി എടുക്കും. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.